ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കാര്യം കൂടി എനിക്ക് ചോദിച്ചറിയാനുണ്ട്. ഇപ്പം അതിനകത്ത് വളരെയധികം ഹൃദയസ്പർശിയായിട്ട് ആളുകൾ എടുത്തു വയ്ക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ബിഗ് ബോസിൽ. സാബുമോൻ തന്നെ പറഞ്ഞതാണ്, ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ തന്നെ, ഒരു സാബുമോൻ എന്നുള്ളൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി, പക്ഷെ അവൻ എനിക്കൊരു സുഹൃത്തായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടിരിക്കുകയാണോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം? എൻ്റെ മക്കളും എൻ്റെ ഫ്രണ്ട്സാണ്. എന്നെ അടുത്തറിയാവുന്ന മനുഷ്യരൊക്കെ എൻ്റെ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. ഈ മാറി നിന്നിട്ട് എന്നെ അറിയാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മുടയാണ്. അതെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ചുറ്റും കെട്ടിവെക്കുന്നൊരു കോട്ടയാണ്. ഈ നേരത്തെ നന്ദുചേട്ടൻ്റെ തോളി തട്ടിയ പോലെ ഉള്ള ആളുകളൊന്നും എൻ്റെ അടുത്തേക്ക് വരാനേ പാടില്ല. അതിന് ഞാനൊരു കോട്ട എനിക്ക് ചുറ്റും കെട്ടിവെക്കും. ആ കോട്ടയാണ് അവന് ഭയങ്കര അഹങ്കാരമാണ്, അവന് ഭയങ്കര മുടയാണ് എന്ന് പറയുന്നത്. അത് ഞാൻ കെട്ടിത്തന്നെ വയ്ക്കും. അല്ലാതെ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കിടയിൽ അവർക്കും എന്നെക്കൊണ്ട് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് അവരെ കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു സുഹൃത്ത്, അതാണ് സാബുമോൻ. അതെ, സ്റ്റേറ്റ്മെൻറ്റ് 100% ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിൽ വിചാരിക്കാനാവുമോ പ്രയാഗ മാട്ടിനോട് കാണിച്ച സഹായം? പ്രയാഗ എനിക്ക് മുമ്പേ അറിയാം. കാരണം പ്രയാഗയുടെ സിനിമയുടെ തുടക്കം തൊട്ടേ അറിയാം. അങ്ങനൊരു സംഭവം വന്നു, അവിടെ ചെന്ന് നിന്നു. കാരണം ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പം ആരും ചെന്ന് നിൽക്കില്ല, മനസ്സിലായി. കാരണം ഡ്രഗ് കേസ്, പിന്നെ അതിനകത്ത് ഒരു സംഭവമില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ചെന്ന് നിന്ന് ഈ പറഞ്ഞ പോലെ മീഡിയാസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു, സംസാരിച്ചു. അവർ വളരെ സമാധാനമായിട്ട് മാറിപ്പോയി. ഇപ്പം എനിക്കതിനുള്ള ഒരു ധൈര്യം ഉള്ളിടത്തോളം ഞാനത് ചെയ്തു കൊടുക്കണ്ടേ നമ്മളൊരു സുഹൃത്തിന്. അത് കുറേ പേര് എന്നോട് ചോദിച്ചു, എന്തിന് ഇതിനകത്തൊക്കെ സാബു ചെന്ന് കയറി കൊടുക്കുന്നു? ഐ ഡോണ്ട് ഗിവ് എ ഡാം. പക്ഷെ അത് ഒരു വക്കീലായതുകൊണ്ടാണോ അതോ വക്കീൽ അല്ലല്ല, വക്കീലായതുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസും കൂടെ അതിനകത്തുണ്ട്. എനിക്ക് ചെന്ന് നിൽക്കാമല്ലോ, എനിക്ക് ചെന്ന് ചോദിക്കാം. ഭാവി അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ? അതെന്താ? എന്തിന് പ്ലാൻ ചെയ്യുന്ന സാധനം? ഞാൻ പ്ലാൻ ചെയ്യുന്ന ആളെ അല്ല. ഇപ്പം ഞാൻ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. അതെ, അങ്ങനൊരു ആഗ്രഹം. അതാണ് കുറേ നാൾ മുമ്പ് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ലിജു എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇത് ഒന്ന് എഴുതിയിട്ട് സിനിമ ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ എഴുത്തു തുടങ്ങി. പക്ഷെ കുറേ നാളായി. നമ്മളെ ഒരു സുഹൃത്ത് തന്നെ പ്രൊഡ്യൂസറെ സെറ്റ് ചെയ്തു. അതിനു മുമ്പ് വേറൊരാളോട് പറഞ്ഞപ്പോൾ പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എപ്പോൾ ചെയ്യുമെന്നൊന്നും ചോദിക്കരുത്, അത് വരും. കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകരിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സംവിധായകനാവാൻ വേണ്ടിയിട്ടുള്ള പാഠം ഉൾക്കൊള്ളൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനല്ല, അവർ വന്ന് ഇതിനകത്ത് എനിക്ക് ചെയ്തു തന്നേ പറ്റുള്ളൂ. ഞാൻ ചെയ്യാൻ പോണ സിനിമയ്ക്കകത്ത് അവർ വന്ന് അവരുടെ ഇൻപുട്സ് ഇട്ട് തരണം, അവരുടെ ബാധ്യതയാണ്. ശരി, ഞാൻ ഒരാളല്ല, ഞാൻ കുറേ ആളാണ്. അതെനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഒരാളല്ല എന്ന്, ഞാൻ ഒന്നല്ല എന്ന് പറയാൻ പറ്റും. പേഴ്സണൽ ലൈഫിനെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും? കമ്പാനിയൻ, വൈഫ്, ഭാര്യ, ഒരു ഫാമിലി മാറ്റേഴ്സ് പറയേ ഇല്ല, അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യില്ല, പബ്ലിക്കിൽ കൊണ്ടുവരത്തുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, പ്രണയമുള്ള ആളാണോ? ഞാൻ പ്രേമിച്ചോണ്ടേ ഇരിക്കുമല്ലോ. ഭാര്യ തന്നെ? എന്തിന്? പ്രണയം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ വീഡിയോ. അല്ല, ലവ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ സാധനമാണ്. അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എനിക്കിപ്പം ജി വാഗന്റെ അടുത്ത് പ്രണയമാണ്, മെഴ്സറീസിന്റെ, മനസ്സിലായി, G65. നമുക്ക് എന്തിനോടും പ്രണയം തോന്നും. പ്രണയം നിൽക്കുന്നിടത്ത് മനുഷ്യനില്ലല്ലോ, പിന്നെ തലച്ചോറ് അവിടെ വെച്ച് സ്റ്റക്കായല്ലേ, ബ്രെയിൻ ഡെഡ്. അല്ല, ഈ തമാശകളിലെ തീവ്ര സ്വഭാവം, ദേഷ്യം വരുമ്പോഴുള്ള തീവ്ര സ്വഭാവം, അപ്പൊ അത്രയും ഡയറിങ് റൊമാൻറ്റിക് ആയിട്ടുള്ള ആളായിരുന്നു സാബുമോൻ വൺസ് അപ്പോൺ എ ടൈം. ഇത് മറ്റേ കലിപ്പന്റെ കാന്താരിയാണെന്നാണ്. ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട്, ഭയങ്കരമായിട്ട് വുമൺഹുഡിനൊക്കെ. ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാണ്, ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു
ഇപ്പൊ അങ്ങനെ പ്രണയം സംഭവിച്ചതുകൊണ്ട് ഒരു ഇവോൾവ് നടന്നിട്ടുണ്ടോ? നല്ല കുറച്ചുകൂടി നല്ല മനുഷ്യനായിട്ടുണ്ടോ? ഇല്ല. ഞാൻ പണ്ടും നല്ല മനുഷ്യനാണ്, ഇപ്പോഴും നല്ല മനുഷ്യനാണ്. അങ്ങനെ പ്രണയിച്ചത് കൊണ്ട് ഇവോൾവ് ആവേണ്ട തരത്തിലുള്ള ബ്രെയിൻ അല്ല എൻ്റെത്. രണ്ടുപേരെ പറ്റി കൂടി ചോദിക്കേണ്ടതുണ്ടല്ലോ പ്രധാനമായിട്ടും. രണ്ട് കുടുംബമായ രണ്ടുപേർ ഒരു ഷോയുടെ ഭാഗമായി, പിന്നെ സാബുമോൻ്റെ കുടുംബമായി മാറിയ രണ്ടുപേർ, മഞ്ജു പിള്ളയും കാർത്തിക് സൂര്യ. അപ്പോൾ കാർത്തിക് സൂര്യ മുഖസാദൃശ്യമുള്ള അനിയൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇതെന്താ സാബുമോനും ഇയാൾക്ക് ഒരു ചായ എന്നൊക്കെ. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫോർമുല സെറ്റ് ചെയ്തത്? എങ്ങനെ ഇത്ര സിങ്ക്? പാവമേനാണ്. എനിക്ക് ഞാൻ ഷോയുടെ സമയത്തിലും ആക്ച്വലി എനിക്ക് കാർത്തിക് സൂര്യ അറിഞ്ഞൂടെ. അങ്ങനെ യൂട്യൂബർ അറിയില്ല. അങ്ങനെ ഈ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ശരിക്കും എന്നെക്കാളിലും ആളുകൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കും അവർ. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യും എനിക്ക് അവരെ അറിയാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് അവരെ അറിയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഈ പഞ്ചായത്തിലില്ല. മനസ്സിലായേ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇവർ ഭയങ്കര വ്യൂവർഷിപ്പൊക്കെ ഉള്ളൊരു ആങ്കറാണ്, മീൻസ് യൂട്യൂബറാണ്. അത് പിന്നെ നമ്മുടെ ഒരു അനിയൻ പയ്യൻ്റെ ഇതിലേക്ക് എൻ്ററായ ഒരാളാണ് കാർത്തി. പാവമാണ്. എങ്ങനെയാ ഈ ഒരു ബ്രദർഹുഡ് വന്നത്? അതിനെന്താ എന്താ കാരണം ശരിക്കും? അത് ആക്ച്വലി ഈ ചോദ്യം കാർത്തി എടുത്ത് ചോദിക്കണം, എങ്ങനെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ആയെന്നുള്ളത്. മനസ്സിലായി? എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ കാർത്തിയുടെ സാധനം എനിക്ക് പേഴ്സണലി പറയാൻ പറ്റും. കാർത്തിയുടെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നു. ആൻഡ് ലേറ്ററാണ് പിന്നെ കാർത്തിക് തന്നെ മനസ്സിലാകുന്നത് ഇവർക്കെല്ലാം ഓരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം എനിക്കങ്ങനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ആയിരിക്കും കുറച്ച് കൂടുതൽ സ്നേഹം എൻ്റെ അടുത്ത് അവന് വന്നത്. ലാഭമൊന്നും വേണ്ട, അങ്ങനത്തെ ഒരാളെ കിട്ടി. ബന്ധങ്ങൾക്കകത്തുനിന്ന് ലാഭം എടുക്കേണ്ട കാര്യമല്ല. പക്ഷെ ഞാൻ അവനുമായിട്ടൊരു പ്രോഗ്രാമിന് പോയായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേ, നിന്റെ വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് എനിക്ക് തരണമെന്ന്. മനസ്സിലായേ? അതവൻ കൊണ്ട് തന്നിട്ട് പോയി. പക്ഷെ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്കൊരു ചെരുപ്പ് വേണമെന്ന് പറയുമ്പോഴേക്കും ബേക്കൺ സ്റ്റോക്കിന്റെ ചെരുപ്പ് അവൻ വാങ്ങിച്ചു അതില്ലെന്നുണ്ടെങ്കിൽ അവൻ വിവരം അറിയും. അതുകൊണ്ടാണ്. അങ്ങനെ ഭയങ്കര നിഷ്കളങ്കരൊന്നുമല്ല അവൻ. എല്ലാ മനുഷ്യർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. മനസ്സിലായി? പക്ഷെ അവൻ നല്ല പയ്യനാണ്. അയാളെ റോസ്റ്റ് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നോ? പിന്നെ അവനെ പിന്നെ സ്ഥിരം റോസ്റ്റ് ചെയ്യലല്ലേ എൻ്റെ പരിപാടി. മീൻ ഷോക്ക് അകത്തല്ല ഞാൻ പറയുന്നത്, ഷോക്ക് പുറത്തും തുടക്കകാലത്തൊക്കെ. ഇല്ല, കുറച്ച് മയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രീൻ റൂം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നമ്മളുടെ റൂം. അവിടെ അവൻ്റെ മരണമാണ്. അണ്ണോ എന്ന് ദയനീയമായൊരു വിളി വിളിക്കുവാൻ. ഇതിന്ന് കഥയുണ്ടാക്കും. ഇല്ലണ്ണാ ഞാനല്ല എന്താ പറയും.